നമ്മൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. അത് പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പലരും പല രീതിയിൽ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് നോക്കണം. അതിനെന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ ഹസ്ബൻഡ് ലേറ്റായിട്ട് വരികയും ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ലവ് ഇങ്ങനെ ബ്ലൂം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളും യങ്ങാണ്, അവരും യങ്ങാണ്. സാമീപ്യം നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവസരമായിരിക്കും, ഒരു കാലഘട്ടമായിരിക്കും അത്. അപ്പോഴായിരിക്കണം നമ്മൾ അദ്ദേഹത്തിനെ എന്താ പറയുക, ഒരു ലവ് എൻ്റെ മോഡലിൽ, അതായത് സ്നേഹം പല രൂപത്തിലുണ്ടല്ലോ, ആ രൂപത്തിൽ നമ്മളവരെ കയ്യിലെടുക്കാൻ സാധിക്കും. അത് ഫസ്റ്റ് വൺ. അത് ചെയ്യാതെ രണ്ടുപേരും അന്തർമുഖരാണ്, ഇങ്ങനെയൊന്നും ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കും. അയ്യോ ഇപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തെ ഭരിക്കാൻ ചെല്ലുന്നു എന്ന് കരുതി പേടിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവർ ഓർത്തുകൊള്ളുക, 10-20 വർഷം കഴിയുമ്പോൾ ഇതൊരു പാറ്റേണായിട്ട് മാറും. എന്നെ കേൾക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പരാതികൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നോട് പരാതിയായിട്ട് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കേട്ടിട്ട് അതിനെല്ലാം മറുപടി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളുടെ കയ്യിൽ ആ സമയത്ത്, ഇപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി, അതാണ് ഞാൻ പറയാൻ വരുന്നത്. 10-20 വർഷം ഇതുപോലെ അലാവ് ചെയ്ത് വിട്ടിട്ട് 20-25 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പാറ്റേൺ മാറ്റാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് പോയി നമ്മൾ അവരുടെ അടുത്ത് കയർത്ത് നമ്മൾ സംസാരിക്കില്ല. എല്ലാത്തിനും ഒരു വിധേയത്വം. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ നമ്മളെ അന്നൊക്കെ എങ്ങനെയാണല്ലോ, ചോദിച്ചിട്ട് പോവുക, ഞാനവിടെ പോയിട്ട് വരട്ടെ, ഞാനിവിടെ പോയിട്ട് വരട്ടെ, അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് സ്ത്രീകൾ. ഈ പറഞ്ഞ പോലെ മനുവിൻ്റെ കാലം മുതൽ സ്ത്രീകൾ അങ്ങനെയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. മനു പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്, അത് വളച്ചൊടിച്ച് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആദ്യകാലങ്ങളിൽ അച്ഛൻ്റെ എന്താ പറയുക, അധികാരപരിധിയിൽ അച്ഛനാണ് നമ്മളുടെ നമുക്ക് ലീവ് തരുന്ന ആളും പുറത്തു പോകാൻ അനുവാദം തരുന്ന ആളും. അദ്ദേഹമാണ് നമ്മുടെ ഗോഡ് ഫാദർ. അത് കഴിഞ്ഞതാ വരുന്നു ഹസ്ബൻഡ്. അപ്പോൾ എല്ലായിടത്തും ഒരു സംരക്ഷണം സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പുരുഷന്മാർക്ക് ഈ റോളുകളൊക്കെ, അല്ലേ. അത് കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് മകനില്ലാത്തവരാണെങ്കിൽ ഭർത്താവ് തന്നെയായിരിക്കും അങ്ങറ്റം വരെ ഇവരെ ഭരിക്കുന്നത്. ഇതൊരു ഭരണം തന്നെയല്ലേ. പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ, എന്തെങ്കിലും പാർലറിൽ പോകണമെങ്കിൽ പോട്ടെ അങ്ങനെയല്ലല്ലോ ചോദിക്കേണ്ടത്. ഞാൻ ഇന്ന് അവിടെ പോകുന്നുണ്ട്, പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുന്നില്ല. അവർക്കും കുറേ പൈസയുടെ കുറേ ആവശ്യങ്ങൾ, അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുമെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. അവർ വീട്ടിലെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞ് നമ്മളുടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വകാര്യമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് തരാൻ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരോട് അനുവാദം ചോദിക്കേണ്ട സമയമുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുമോ എന്ന് ചോദിക്കണം. അതുകൊണ്ട് അതല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഞാൻ ഇന്ന ഇതിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയല്ലേ പതിവ്. അതല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതെങ്ങനെയാണ് ഒരു ധാർഷ്ട്യമാകുന്നതും അല്ലെങ്കിൽ ദേഷ്യം അദ്ദേഹത്തിന് വരുത്തേണ്ട കാര്യം എന്താണത്? കാരണം നിങ്ങൾ ആദ്യമേ മുതൽ അതിന് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെ ആയത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇനി ഇത് പറ്റില്ല, ഇനി പോയി എനിക്കിത് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നടത്താൻ ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് നിങ്ങൾ കതിരിൽ കൊണ്ടുവന്ന് വളം വയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ, അത് പണ്ടേ ആളുകൾ പറയാറില്ലേ, കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. അതേപോലെ തന്നെയാണ് ജീവിതത്തിലും. അത് പച്ചയ്ക്ക് പറയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുമ്പോൾ ആ പറയുന്ന എന്നോട് ദേഷ്യം തോന്നുന്നു, അല്ലേ? അങ്ങനെ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരോടെല്ലാം ഞാൻ സത്യമല്ലേ പറയേണ്ടത്, അല്ലാതെ അവരെ
ഇങ്ങനെ അയ്യോ പോട്ടെ 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 നിങ്ങൾ പോയി അത് കുഴപ്പമില്ല നന്നായിട്ട് വഴക്കിട്ടുള്ളൂ അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ ശരിയല്ലല്ലോ. അങ്ങനെ വഴക്കിട്ട് ജീവിക്കാൻ പറ്റുമോ ഇനി? അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോകണം. ഈ ചെറിയ കാര്യത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ച് പോകാൻ പറ്റുമോ? അപ്പോൾ ഒരു ജഡ്ജിൻ്റെ കഥ, അതിപ്പോൾ വാട്സപ്പിലൊക്കെ നടക്കുന്നുണ്ട്. ആ ജഡ്ജ് ചോദിക്കുകയാണ്, ജഡ്ജിൻ്റെ കഥയല്ല, ഒരു സ്ത്രീയുടെ കഥ. ഒരു 50-55 വയസ്സുള്ളൊരു സ്ത്രീ പോയിട്ട് ഇങ്ങനെ അവിടെ മനു കൊടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിലാണ്. മനു എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കുകയാണ്, എനിക്ക് വിവാഹ റദ്ദ് വേണമെന്ന് പറഞ്ഞിട്ട്. അയാളിങ്ങനെ നോക്കിയിട്ട് അമ്മ എത്ര വയസ്സാച്ച്? 55 കഴിഞ്ഞ് 56 ആകുന്നു. എത്ര പസങ്ക അങ്ങനെ 2 പേര്, ഒരു ആണ് ഒരു പെണ്ണും. പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു. ആണ് വെളിയൂരിൽ ജോലിക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ മുടിവെടുക്കുന്നത്? അപ്പോൾ അതിൽ പറയാണ്, എൻ്റെ പൊന്ന് സാറേ എൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ പറയും, ഹസ്ബൻഡ് നല്ലവനല്ലേ, വീട്ടിൽ ചിലവിന് തരുന്നില്ലേ? എല്ലാം ഉണ്ട്. ചിലവിന് തരുന്നുണ്ട്, എന്നോട് സ്നേഹമുണ്ട്, എന്നെ അടിച്ചിട്ടില്ല, എന്നോടൊന്നും കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ഇത്? എല്ലാ ദിവസവും രാവിലെ തലേ ദിവസം അരച്ച ഇഡ്ഡലി മാവിലുണ്ടാക്കിയ ഇഡ്ഡലി ആയിരിക്കണം രാവിലെ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ആ രാവിലെ എഴുന്നേറ്റ് വെച്ച അരിയുടെ ചോറിൽ എന്താ കറി എന്ന് വെച്ചാൽ സാമ്പാറാണ്. ഈ സാമ്പാർ ഇഡ്ഡലിക്ക് വെച്ച സാമ്പാർ ചോറിന് കൂട്ടില്ല, അപ്പോൾ വേറെ കറിയായിരിക്കണം. അങ്ങനെ എല്ലാം 3 വേളയും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ രാവിലെ അരച്ച ഇഡ്ഡലിയുടെ ബാക്കിയുള്ളത് ദോശയാക്കാൻ പറ്റില്ല, രാവിലെ ഇട്ടിട്ടുണ്ടാകണം. വൈകുന്നേരം വന്ന് അത് നോക്കും അതാണോ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ വൈകുന്നേരം ആകുമ്പോഴേക്കും പുളിക്കില്ലേ, അതിൽ ദോശ ഉണ്ടാക്കണം. ഇത് ഇത്രയും 29 വർഷത്തോളം ചെയ്ത ഞാൻ മടുക്കുമോ ഇല്ലയോ? ഇത് പല 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 രീതിയിൽ ഒരു ഒയവേ ഇല്ല. ഇദ്ദേഹം അടുത്തുംപിട്ടി വന്നേ പിന്നെ, അതായത് റിട്ടയർ ചെയ്ത് വന്നേ പിന്നെ ഉച്ചയ്ക്കോ ഉള്ളത് അവിടെ വീട്ടിലിരിക്കുകയല്ലേ, ചൂടായിട്ട് അത് കൊടുക്കണം. ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നല്ല ഫിൽറ്റർ കോഫി ആയിരിക്കണം കൊടുക്കുന്നത് 4:30 മണിയാകുമ്പോൾ. അതിൻ്റെ കൂടെ വടയും കൂടെ വേണം. അപ്പോൾ ജോലി വിട്ട് വന്നതിന് ശേഷം ഒരു അഡീഷണൽ ജോലി കൂടെ ഈ സ്ത്രീക്കായി. ഒന്ന് അമ്പലങ്ങളിൽ പോകാനോ ഒന്നിനും പറ്റില്ല. കാരണം ഈ ഒരു ഷെഡ്യൂളിലാണ് ഇതുവരെ ഇവർക്ക് നടുനീർന്നിട്ടില്ല. പല പല വ്യാധികൾ ഇവർക്കും വന്നു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഇത് വിട്ടു തരണം. പറയണേ, നിങ്ങൾക്കൊന്ന് സഹകരിച്ചുകൂടെ? അയ്യോ വേണ്ട, അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അപ്പോൾ നിങ്ങളെങ്ങനെ ജീവിക്കും? ഞാനൊരു ഈ വൃദ്ധരെ നോക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് ഞാൻ മേട്രനായിട്ട് ജോലി ചെയ്യാനായിട്ട് സംഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി മേട്രനായിട്ട് ജോലി ചെയ്യും. ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണം തന്നോളൂ അവിടെ. കാരണം അവിടുത്തെ ശമ്പളത്തിൽ പിടിക്കാമല്ലോ. ഒരു മുറിയും ഒരു കിടക്കയും മതി. മക്കൾ വന്ന് കാണുന്നെങ്കിൽ കണ്ടോട്ടെ, ഇദ്ദേഹത്തിനും വന്ന് കാണാം. പക്ഷെ ഞാനിനി ഈ ഭാര്യ പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതവരങ്ങനെ ഒരു മുടിവെടുത്ത് പോയി. പക്ഷെ ഞാൻ ഈ പറയുന്ന സ്ത്രീകൾക്കൊന്നും അതൊരു എല്ലാവർക്കും പറ്റുന്ന ഒരു മുടിവല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു തീരുമാനമല്ല. കാരണം ഇത്രയും വർഷമായിട്ട് കൂടെ ജീവിച്ച് ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു സെക്യൂരിറ്റിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഓൾസോ ടു വാക്ക് അവേ ഫ്രം ദി മാട്രിമണി, അല്ലേ? ഒരു കല്യാണത്തിൽ നിന്ന്, ഒരു വെഡ്ലോക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. എല്ലാവർക്കും പറ്റുന്നതല്ല അത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം. അദ്ദേഹത്തെ ഇനി മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് പുറത്തേക്ക് നടക്കാൻ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് വാക്കിംഗ് പോകാമല്ലോ. പുറത്തേക്ക് ശ്രദ്ധിച്ച് വാക്കിംഗ് പോവുക. ഏതെങ്കിലും ഒരു അമ്പലമോ പള്ളിയോ കണ്ടു വെക്കുക. അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒരുക്കി വെക്കുക. അവിടെ വെച്ചിട്ട് നിങ്ങളങ്ങോട്ട് പോവുക. അദ്ദേഹം എടുത്ത് കഴിച്ചിട്ട് പോകട്ടെ. ചായയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതെന്ന് കരുതി യാതൊരു തെറ്റുമില്ല. ചൂടായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പോയി നടന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഊർജ്ജം കിട്ടുകയല്ലേ. തിരിച്ചു വരിക. വന്നു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളോ എന്താണെന്ന് വെച്ചാൽ പള്ളിയിലോ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നല്ല മണമുള്ള സോപ്പും ഒക്കെ ഇട്ട് കുളിച്ച്, അതായത് ജോലിക്കൊന്നും പോകണ്ടാത്ത റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ പറയാണ് കേട്ടോ ഞാനത്. ജോലിക്ക് പോകുന്നവരുടെ അത് വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുക. എന്നിട്ട് ഉച്ചയ്ക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല ഡിഷസ് ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഭക്ഷണം എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ ഉള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയില്ല. അവരങ്ങനെ പറഞ്ഞു അതിനകത്ത്. അത് ഒരു പക്ഷേ മൊണോട്ടനൈസായിട്ട് എപ്പോഴും ഒരാളുടെ തന്നെ കൈകൊണ്ട് കഴിച്ചപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം ഭർത്താവ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു അത്ര അവരുടെ
ഫുഡിനെ പറ്റിയൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളിനി അതിനെ പറ്റിയിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നവർ കംപ്ലയിൻറ്റ് ചെയ്തോട്ടെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വീട് പരിപാലിക്കുക. പക്ഷേ ഒന്നും ഇങ്ങനെ അലക്ഷ്യമായിട്ട് ചെയ്യരുത്, എല്ലാം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. വായനയുള്ളവരാണെങ്കിൽ രക്ഷപ്പെട്ടു, വായിച്ചാൽ മതി അല്ലേ. പറ്റുമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിക്കോളൂ, ഒരു ഗാർഡനിങ്ങോ. കാണുന്നവർ കണ്ടാൽ മതി എന്ന്. ഞാൻ എത്രയോ ആൾക്കാരുടെ ഇപ്പോൾ കാണുന്നുണ്ട്, അധികം പേരൊന്നും കാണുന്ന പോലില്ല, ഇങ്ങനെ വരും, കാണുന്നില്ല ആരും യൂട്യൂബ് ചാനൽ വേറെ ഒരാളുടെയും. പക്ഷേ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു 100-300 പേര് കാണുന്നുണ്ടാവും. അത് മതി. ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്തിരുന്നിട്ട്, ഇപ്പോൾ എൻ്റേത് ഇപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടാണോ ഞാൻ എല്ലാ ദിവസവും വന്നിരുന്ന് പറയുന്നത്. 1500-2000 ആയിരിക്കും ആവറേജ് ആയിട്ട് എല്ലാവരും എന്നെ കാണുന്നുണ്ടാവും. ബട്ട് ദാറ്റ്സ് ഓക്കെ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിതിൽ നിന്നും ഒരു സംതൃപ്തിയും സന്തോഷവും കിട്ടുന്നുണ്ടെങ്കിൽ ഞാനെന്തിനും അത് വേണ്ടാന്ന് വെക്കണോ അല്ലേ. അതുപോലെ ആയിരിക്കണം എല്ലാവരും, അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യുക. അല്ലാതെ എപ്പോഴും പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ 10-25 വർഷമായിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ഭർത്താവിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് കാര്യം? നമ്മളുടെ അത് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആകാൻ എന്നുള്ളതിൽ നിങ്ങൾക്കും ചില പങ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരാൾ വൺ സൈഡഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ആയേക്കാം. ചില മനുഷ്യന്മാരുണ്ട്, ഇല്ല എന്നല്ല, പലരുടെയും ലൈഫിൽ ഇപ്പോൾ കേൾക്കുന്നവരും ചേച്ചി അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്, ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാത്ത പക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ലെങ്കിൽ വിട്ടിട്ട് പോകാനുള്ള ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ നോംസ് അനുസരിച്ച് ജീവിക്കേണ്ടവരാണല്ലോ നമ്മൾ, അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ എന്ന് കരുതുന്നവരാണെങ്കിൽ നമ്മൾ മാറണം. അല്ലാതെ നമ്മൾ ഇരുന്ന് ബ്രൂഡ് ചെയ്ത് മറ്റുള്ളവരുടെയും കൂടി സമാധാനം കളയരുത്. അപ്പം ഇപ്പം സത്യം പറയട്ടെ, അങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തന്നെയാണെങ്കിലും ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നൂലേ അവർ ആ പറയുന്ന ആളുകൾ ഭയങ്കര നെഗറ്റീവാണ്, നമുക്ക് അവരോട് സംസാരിക്കേണ്ട എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് കംപ്ലൈനിങ് നിർത്തുക. അടുത്ത ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. കംപ്ലൈനിങ് എപ്പോൾ നോക്കിയാലും കംപ്ലയിൻറ്റ് ബോക്സ് ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആരും കേൾക്കാൻ പോകുന്നില്ല നമ്മുടെ കംപ്ലയിൻറ്റ്, ആർക്കും ഇൻട്രസ്റ്റും ഇല്ല. അത് മനസ്സിലാക്കണം കേട്ടോ. അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുന്നു. ഒരിക്കലും ഒരാൾക്കും മറ്റൊരാളുടെ കംപ്ലയിൻറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കേൾക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്തങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അവരത് സ്വീകരിക്കാതെ പഴയ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ കേൾക്കണ്ടെന്ന് തീരുമാനിക്കും. അങ്ങനെ വരുത്തുന്നതിൽ നല്ലതല്ലേ, നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറ്റപ്പെടുത്തലുകളില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്തിരിക്കണം. അല്ലാതെ അയ്യോ അദ്ദേഹത്തിൻ്റെ മുഖം മാറും, പിന്നെ 4-5 ദിവസം എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇവിടെ കളഞ്ഞു പോകുന്ന ഒരു സാധനമുണ്ട്. നമ്മളുടെ ഹൃദയത്തിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ഇവിടെ ഒരു വേദന ഉളവായിക്കൊണ്ടിരിക്കും നമുക്ക്. അത് വേണോ അതോ നമ്മൾ നേരെ പോ എന്ന് സംസാരിച്ച് തീർക്കണോ? ഞാനാണെങ്കിൽ നേരെ പോ എന്ന് അപ്പം സംസാരിച്ച് തീർത്തേക്കും. പിന്നെ അടുത്ത ദിവസത്തേക്ക് അത് ക്യാരി ചെയ്യണ്ട. അതെന്തിനാണ് അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിവിടെ കഴിഞ്ഞില്ലേ, ഇനി അതിൻ്റെ ഇതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ കൊണ്ടുപോകണ്ട. അങ്ങനെ കൊണ്ടുപോയാൽ ദാമ്പത്യം മുമ്പോട്ട് പോവില്ല. കാരണം 25 വർഷം മുമ്പ് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. കാരണം നമുക്ക് അത്രയും വിവരവും ബോധമേ ഉള്ളൂ ഒരു ലൈഫിനെ പറ്റിയിട്ട്. ആർക്കും ഒരു ഗൈഡൻസ് ഇല്ല, ഒരു യൂസർ മാനുവൽ ഇല്ല. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പോലെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ലൈഫിന് ആർക്കും ഒരു യൂസർ മാനുവലില്ല. നിങ്ങളുടെ ലൈഫല്ല എൻ്റേത്, എൻ്റെ ബിഹേവിയർ അല്ല നിങ്ങളുടേത്. അപ്പോൾ എല്ലാവരും ഈ വിരലിലുള്ള എന്താ പറയണതിന് ഇതുണ്ടല്ലോ, തമ്പ് ഇംപ്രഷനിൽ ഉള്ള ആ അടയാളങ്ങൾ പോലെ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ. ഒരിക്കലും ഒരു ആളും ഒരേപോലെയല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദാമ്പത്യത്തിലെ കല്ലുകടിക്ക് ചെറിയ പരിഹാരങ്ങൾ. വലിയ കല്ലുകടികൾക്ക് അതിൻ്റേതായ പരിഹാരങ്ങൾ തേടിയേ ഒക്കുള്ളൂ. ചെറിയ കല്ലുകടികൾക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ പണം ഇന്നലെയും ഞാൻ പറഞ്ഞു, അനിവാര്യമാണ്.
കാരണം സ്ത്രീകൾ പണമില്ലാത്തവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു വിലയും കാണൂല. നമ്മൾ പണം സമ്പാദിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ചിലർക്ക് ചില ചിറ്റമ്മ നയങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അത് സ്വന്തം ഭർത്താവിൽ നിന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പം നമ്മൾ പണം സമ്പാദിക്കുന്ന സമയത്ത് അത് ഏത് രീതിയിലാണോ സൂക്ഷിക്കാൻ കഴിയുന്നത് അത്രയും സൂക്ഷിച്ചോളൂ. വെറുതെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് പൈസ കളഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ആ വരുമാനം നിന്ന് കഴിയുമ്പോൾ നമ്മൾ വെള്ളോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പല പല ആളുകളോടും ഞാനിതിങ്ങനെ പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എനിക്ക് അറിയാം ഞാൻ എന്താണ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇരിക്കുന്നതും. എന്തെങ്കിലും ഒക്കെ ഒരു നീക്കുപോക്കുള്ളതുകൊണ്ടാണല്ലോ ഞാനും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വരുമാന സ്രോതസ്സൊന്നും നമുക്കിപ്പോൾ പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ 20കളിൽ തന്നെ നിങ്ങൾ 40കളിൽ എത്തുമ്പോൾ ജോലിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഇപ്പോഴേ കണ്ടുവെക്കുന്നത് നല്ലതാണ്. അതിനാണ് ഇന്നലെ ഞാൻ പറഞ്ഞ വീട് മേടിച്ചോളൂ. പിന്നെ ഈ പൈസ ഇല്ലാത്തവരെ 2 തരമായിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ. ഒരുപാട് അനുഭവിച്ചതാണ്. റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴേ രണ്ട് കൂട്ടരുടെയും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ സമയത്ത് ഞങ്ങളും ചെന്നിരുന്നു, അരവിന്ദിൻ്റെ അനുജനും ചെന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സ്വീകരണം. ഞങ്ങൾ അവിടെ എക്സിസ്റ്റൻ്റേ ഇല്ല, ഞങ്ങളെ കാണുന്നേ ഇല്ല അവർ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മദ്രാസിൽ നിന്നാണ് വന്നത്, ഇദ്ദേഹം സൗദിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയാണ് ആളുകൾക്ക്, ഓ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ അവരെന്തോ LIC ഏജൻ്റൊക്കെ ആയിരുന്നു. അപ്പം അവർക്ക് ഈ പുള്ളീനെയാണ് കാണാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ആളുകൾ. നമ്മളതിന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നമ്മളെ അവർ അംഗീകരിച്ചില്ലെങ്കിൽ പോവില്ലേ, അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. ആ സമയത്തൊക്കെ നമ്മൾ യങ് ആണല്ലോ, 10-30 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ തോന്നും ഇഷ്യൂ എന്താല്ലേ നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്തത്. കാലം തെളിയിക്കും എന്ന് പറയുന്നത് ശരിയാണ്. കാലം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി കാത്തു വെച്ചിട്ടുണ്ടാകും കേട്ടോ. മറുപടിയൊക്കെ കാത്തു വെച്ചിട്ടുണ്ടാകും. നമ്മൾ തന്നെ അത് കാണുകയും നമ്മൾ തന്നെ അത് കണ്ടോ, അവർക്ക് അത് ആർക്കും പറ്റിയതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നതല്ല. നമ്മളോട് ആ ഒരു ചിറ്റമ്മ നയം കാണിച്ചവർക്ക് പിന്നീട് അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പല കാര്യങ്ങളും ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയ ഇൻസൾട്ടിനെ നിങ്ങളൊരു ഇതുപോലെ കനൽ പോലെ കൊണ്ട് നടക്കണം. എനിക്ക് നേടണം, ഞാനും നല്ല പണമുണ്ടാക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ധരിച്ച് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതേപോലെ എനിക്കിങ്ങനെ ഈ സാരികളൊക്കെ പണ്ട് ഇത്രയും അധികമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ വരുമാനം ആദ്യം വളരെ ചുരുങ്ങിയ വരുമാനമായിരുന്നു. വരുമാനത്തിൽ ഏതാണ് ഒരു ഭംഗിയുള്ളത് കിട്ടുന്നത് അത് നോക്കി മദ്രാസിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോയി അത് ഉടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചിലരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ത് സാരിയാണ് നീ ഉടുത്തിരിക്കുന്നത്, അവൾ ഉടുത്തിരിക്കുന്നത് കണ്ടോ അങ്ങനത്തെയൊക്കെയല്ലേ ഉടുക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വരുമാനം അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അന്നും ഞാൻ പറയുമായിരുന്നു. അപ്പോൾ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചിലവഴിക്കുകയും വേണം. എന്നാൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും, അതെ നമ്മൾ ഈ വരുമാനത്തെ നമ്മൾ ഉയർത്തണം. നമ്മൾ ഏത് രീതിയിൽ ഉയർത്താൻ പറ്റുമോ അങ്ങനെ ഉയർത്തി നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ പൊക്കി കൊണ്ടുവരണം. ഒരിക്കലും നമ്മൾ ദരിദ്രനായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ആരും ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയണേ, ഒരു ശാപമോ കുറ്റമോ ഒന്നും അല്ല ആരുടെയും. അവർ ആ വീട്ടിൽ ജനിച്ചു, നമ്മളൊരു മതിലിൻ്റെ ഇപ്പുറത്ത് മാറി ജനിച്ചു എന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം റിലയൻസിൻ്റെ ആ വീടില്ലേ, ആൻറ്റില്യ എന്ന് പറഞ്ഞാൽ, അത് ഇപ്പുറത്ത് കണ്ടില്ലേ കുറേ ചെറിയ വീടുകളൊക്കെ. അപ്പോൾ ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അവരുടെ മക്കളൊക്കെ തമ്മിൽ. പക്ഷെ ദാറ്റ് ഈസ് ലക്ക് അല്ലേ, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലാണ് നമുക്ക് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് ചിന്തിക്കുക. വെറുതെ ഇരുന്ന് ഇപ്പം അച്ഛനും അമ്മയൊക്കെ തന്ന കുറച്ചെങ്കിലുമൊക്കെ ബേസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കളയാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർണം വിൽക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം വിൽക്കരുത്. സ്വർണം മഹാലക്ഷ്മിയാണെന്ന് പറയുന്നത് ശരിയല്ലേ, നമ്മളത് നന്നായി കാത്തു സൂക്ഷിക്കണ്ടേ. നമ്മളുടെ വെൽത്ത് അതൊരു വെൽത്തല്ലേ. അപ്പോൾ അത് നമ്മളെ റിച്ചാക്കും അല്ലേ. കുറേ വർഷങ്ങൾ കഴിയുമ്പം ഇത്രയും ഗോൾഡിൻ്റെ വില കൂടിയേക്കുമ്പം മിനിമം ഒരു സാധാരണക്കാരൻ പോലും 50 മുതൽ 100 പവൻ കൊടുത്താണ് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ അവരുടെ കയ്യിലുള്ള വെൽത്ത് അക്യുമുലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-20 വർഷം അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ.
കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടി വന്നാൽ അതൊന്ന് പണയം വയ്ക്കുകയോ അതിന് ഒരിക്കലും വിറ്റ് കളയരുത്. അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ പണയത്തിൽ നിന്ന് സ്വർണ്ണം എടുക്കണം അല്ലേ, അങ്ങനെ ഒരു ഗോൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു 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 ഗോൾസൊക്കെ ഉണ്ടാക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ലോങ് ടോക്കായിപ്പോയി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകളെ പറ്റിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ എന്നെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും ഞാൻ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്ന്. അപ്പോൾ അത് കേൾക്കുക, എന്നിട്ട് കംപ്ലൈനിങ് അങ്ങ് നിർത്തുക കേട്ടോ, ടോട്ടലി. ഓക്കെ, ചിയേഴ്സ്.